ഹായ് ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി ചിക്കൻ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ ഞാനതിൽ കുറച്ച് റെസിപ്പീസും കൂടെ ഇട്ടാണ് ഞാൻ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. അപ്പം നമുക്കത് ഉണ്ടാക്കി നോക്കാം. അപ്പം ഇനിയൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ കൂടെ ഉള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ തുടർന്ന് ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു 1/2 കിലോ ചിക്കനാണിത്. നമുക്കിത് ആദ്യം വെള്ളത്തിൽ നന്നായിട്ട് ഇത് കഴുകണം. ഒരു 3-4 വെള്ളത്തിലെങ്കിലും നന്നായിട്ട് ഇത് കഴുകണം. അതിനുശേഷം നമുക്ക് ചേരുവകൾ മിക്സ് ചെയ്യാം. ചിക്കൻ ഫ്രൈക്ക് ആദ്യം നമുക്ക് മസാല ഉണ്ടാക്കാം. മസാല ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം പിരിയം മുളക് ഒരു 8-9 പിരിയം മുളക് നമ്മൾ വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഇത് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. നമ്മൾ പിരിയം മുളക് മിക്സിയിലിട്ട് അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു 5 കൊച്ചുള്ളി, ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു 8-9 കറിവേപ്പില, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് വേണം അരയ്ക്കാൻ. നമുക്ക് ആദ്യം ഇത് അരച്ചെടുക്കാം. മസാല അരച്ചെടുക്കാം. പിരിയം മുളക് ഇട്ടു, 5 കൊച്ചുള്ളി, 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 8-9 കറിവേപ്പില. ഇത്രയും നമ്മൾ അരച്ചെടുക്കണം. നമ്മൾ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. നല്ല ക്രീം പരുവായിട്ടുണ്ടത്. നമുക്കിനി അടുത്തത് ചിക്കനിൽ മിക്സ് ചെയ്യാം. നമ്മൾ ഈ ചിക്കൻ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകൾ ഇടാൻ പോവുകയാണ്. നമ്മൾ ആദ്യം അരച്ച് വെച്ചിരിക്കുന്ന മസാല ഇടുകയാണ്. അടുത്ത് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ഇടാൻ പോകുന്നത്. അടുത്തത് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. അടുത്തത് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് അടുത്തിട്ടത്. അടുത്തത് 1/2 ടേബിൾ സ്പൂൺ ചതച്ച മുളകാണ് ഇട്ടത്. അടുത്തത് ആവശ്യത്തിന് ഉപ്പിടുകയാണ്. 3 ടേബിൾ സ്പൂൺ തൈരാണ് അടുത്ത് ഒഴിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് അടുത്ത് ഇടുന്നത്. അടുത്തൊരു മുട്ടയും കൂടെ പൊട്ടിച്ചിടുകയാണ്. അടുത്തത് ഒരു നാരങ്ങയും കൂടെ നമ്മൾ പിഴിഞ്ഞൊഴിക്കുകയാണ്. പകുതി നാരങ്ങയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം. മൊത്തത്തിൽ നമ്മളടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ്. മസാലയൊക്കെ നന്നായിട്ട് ഇറച്ചിയിലിരിക്കണം. നമ്മൾ നന്നായിട്ട് മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി 1 മണിക്കൂർ വെച്ചേക്കാം. ഒരു 2-3 മണിക്കൂർ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളിപ്പം 1 മണിക്കൂറാണ് ഇപ്പോൾ മാരിനേറ്റ് ചെയ്യാൻ നമ്മൾ വയ്ക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചും കൂടെ പെട്ടെന്ന് മാരിനേറ്റ് ആവും. അപ്പോൾ നമുക്ക് 1 മണിക്കൂറിന് ശേഷം ഇത് പുറത്തെടുക്കാം. 1 മണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്ത ശേഷം നമ്മൾ പുറത്തെടുത്തു. ഇനി നമുക്കിത് അടുത്ത് ഫ്രൈ ചെയ്യാം. നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഇതിനുശേഷം നമ്മൾ ഫ്രൈയിങ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായ ശേഷം നമുക്ക് എണ്ണ ഒഴിക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ കുറച്ച് ഒഴിക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഓരോ പീസ് വീതം അത് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് വെന്തിട്ടുണ്ട്. നമുക്കിനി അത് തിരിച്ചിടാം.
ഒരു സൈഡ് നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. മൊത്തത്തിൽ പൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് കഴിച്ചു നോക്കാൻ പോവുകയാണ്. സൂപ്പർ, ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല എരിവും നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. ചിക്കൻ ഫ്രൈ സാധാ ചിക്കൻ ഫ്രൈ പോലെ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണിത്. അപ്പോൾ നിങ്ങളെല്ലാം ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ ഗുഡ് ബൈ ഫ്രം ജിതി. ടാറ്റ, ബൈ ബൈ.